ഹായ് ഓൾ. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായി, കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. ഇപ്പം ഈ അടുത്ത് ഇപ്പം കഴിഞ്ഞ വീക്ക് 3 സിനിമകൾ ഇറങ്ങിയായിരുന്നു. റൊമാൻസ്, അതേപോലെ നമ്മുടെ ദാവീദ് എന്ന് പറയുന്ന നമ്മുടെ ആൻ്റണി പെപ്പയുടെ സിനിമ, ആൻഡ് പൈങ്കിളി, സജിൻ ഗോപു നായകനായിട്ട് വരുന്ന, അനശ്വര നായികയായിട്ടുള്ള പൈങ്കിളി. ഇപ്പോൾ പൈങ്കിളിയുടെ റിവ്യൂ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ബാക്കി ഞാൻ പുറകെ തന്നെ ചെയ്യുന്നതാണ്. അപ്പം പൈങ്കിളി ഡയറക്റ്റഡ് ബൈ ശ്രീജിത്ത് ബാബു, റിട്ടൺ ബൈ ജിത്തു മാധവൻ, ദി ഡയറക്ടർ ഓഫ് ആവേശം, രോമാഞ്ചം, സൂപ്പർ ഹിറ്റ് ആവേശം, രോമാഞ്ചം, എക്സെട്ര. ആൻഡ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ഫഹദ് ഫാസിലും അതോടൊപ്പം തന്നെ ജിത്തു മാധവൻ തന്നെയാണ്. എൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് ജസ്റ്റിൻ വർഗീസാണ്. അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റിൻ വർഗീസിനെ പറഞ്ഞാൽ ജസ്റ്റിൻ വർഗീസ് ഈ അടുത്തായിട്ട് ഒരുപാട് സിനിമകളിൽ മ്യൂസിക് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് എ ബ്രില്യൻ തിങ്. അതായത് എല്ലാ സിനിമകളിലും വളരെ നല്ല രീതിയിൽ വ്യത്യസ്തമായ മ്യൂസിക്കുകൾ നൽകി വളരെ നല്ല രീതിയിൽ പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിലും പുള്ളിയുടെ മ്യൂസിക് എടുത്തു പറയേണ്ടതാണ്, നല്ല രീതിയിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ സിനിമ തുടങ്ങി, അതായത് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം ക്യാരക്ടേഴ്സായിട്ടുള്ള നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സായിട്ടുള്ള സജിൻ ഗോപു, അതേപോലെ നമ്മുടെ അനശ്വര, ഇവരെയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീൻസാണ്. അപ്പം ആദ്യം ഞാൻ എൻജോയ് ചെയ്ത്, എനിക്ക് ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലായി, ഇതൊരു കൺവെൻഷണൽ സിനിമയല്ല. അതായത് ഈ സിനിമ ട്രഡീഷണൽ അല്ലെങ്കിൽ കൺവെൻഷണൽ മേക്കിംഗ് അല്ല, മറിച്ച് ഒരു വേറൊരു ഡെയറിങ് അറ്റംപ്റ്റ് ആണ് ഇവരെടുത്തത്. അതായത് ഔട്ട് ആൻഡ് ഔട്ട് കുറച്ച് കോമഡീസ്, ഡാർക്കായിട്ടുള്ള കുറച്ച് കോമഡീസ് ഭയങ്കരമായിട്ട് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുക, അതേപോലെ ഓവർ ആക്ട് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര ഓവറായി എക്സ്പ്രസീവായി പെർഫോം ചെയ്യുക, ആ ഒരു ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി, ഒരു വെറൈറ്റി അപ്രോച്ചിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവർ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ടു ബി ഓണസ്റ്റ്, ആദ്യം തന്നെ ആ ഒരു പ്രേക്ഷകൻ എന്ന രീതി പറയട്ടെ, നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഏകദേശം 2 മണിക്കൂർ 20 മിനിറ്റോളം ഉണ്ട്. നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഈ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലുണ്ട്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞു, ജിത്തു മാധവനെ പോലെ ഒരാൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നു, അതേപോലെ ഫഹദ് ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആൻഡ് സജിൻ ഗോപു ഈസ് എ ബ്രില്യൻ്റ് ആക്ടർ. ഈ അടുത്ത് റീസെൻ്റായിട്ട് ഒരുപാട് നല്ല പെർഫോമൻസുകൾ, ഇപ്പം ലാസ്റ്റ് പൊന്മാനിലടക്കം വളരെ നല്ല പെർഫോമൻസ് തന്ന സജിൻ ഗോപു സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നു. നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളിൽ. എന്നാലും നമ്മളൊരു ആസ് എ സിനിമ എന്നുള്ള രീതിയിൽ ഒരു മിനിമൽ എക്സ്പെക്ടേഷനിൽ പോലും പോയിട്ട് തീരെ സാറ്റിസ്ഫൈ ചെയ്യാതെ നല്ല വെറുപ്പീരായിരുന്നു സിനിമ. സീരിയസ്ലി വളരെ വെറുപ്പീരായിരുന്നു. എനിക്ക് പേഴ്സണലി, ഞാൻ ഒരു പൈസ കൊടുത്ത സിനിമ കണ്ട ആളെന്ന രീതിയിൽ പറയാം, എനിക്ക് പേഴ്സണലി ഒരു എന്താ പറയുക, എന്നെ ടോർച്ചർ ചെയ്യുന്ന പോലെയായിരുന്നു എനിക്ക് ഈ സിനിമ. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലാഗ്, അതേപോലെ കുറേ കോമഡീസ് ഇവരെ എറിയാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും വർക്കാവുന്നില്ല. തിയേറ്ററിലുള്ള ആരും ചിരിക്കുന്നില്ല, ഞാൻ പേഴ്സണലി ചിരിക്കുന്നില്ല. എനിക്ക് സഹതാപം കൊണ്ട് അതെന്ന് അറിയത്തില്ല, കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന ഒരു അവസ്ഥയായിരുന്നു. ആൻഡ് ടുവേർഡ്സ് ദി ക്ലൈമാക്സ് ഇതിൻ്റെ അകത്ത് കാണിച്ച് കൂട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഇറങ്ങിപ്പോയാലോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. പിന്നെ നമ്മൾ കൊടുത്ത പൈസയുടെ ഇതും, പിന്നെ നമ്മൾ ഈ സിനിമ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് നമ്മളത് ഫുള്ള് കണ്ടിരുന്നു എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് തന്നെ നമുക്ക് സിനിമയുടെ ഒരു പോക്ക് മനസ്സിലായി, അതിൻ്റെ ഡയറക്ഷൻ വിട്ട് എന്താ പറയുക, ഒരു ഗതി വിട്ട് പോവുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കയ്യിൽ നിന്ന് പോവുക. ഇപ്പം ഇതിനകത്ത് പൈങ്കിളി എന്ന് പറയുന്ന കിളി പാറി പോവുക എന്നുള്ള രീതിയിൽ സിനിമ കയ്യിൽ നിന്ന് പോയി. അത്രയ്ക്കും ഒരു നിരാശ സമ്മാനിച്ച ഒരു സിനിമയാണ് പൈങ്കിളി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് എനിക്ക് പക്ഷേ പോസിറ്റീവ്സ് ആയിട്ട് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സജിൻ ഗോപു എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്, സച്ച് എ ബ്രില്യൻ്റ് ആർട്ടിസ്റ്റ്. പുള്ളിക്ക് നല്ല ഭാവിയുണ്ട്, നല്ല നല്ല സിനിമകൾ പുള്ളിയെ തേടി വരും. വളരെ നന്നായിട്ട് പുള്ളിയുടെ ഭാഗം ചെയ്തിട്ടുണ്ട്. ഈവൻ തോ അവസാനത്തേക്ക് ക്യാരക്ടർ, അതായത് റൈറ്ററും ഡയറക്ടറും ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ക്യാരക്ടർ ട്രാൻസ്ഫോം ആവാൻ ശ്രമിച്ച് ചളിയാക്കുന്നതിനപ്പുറം പുള്ളി നല്ല രീതിയിൽ അത് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഭാഗം ഫൈനാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ സജിൻ ഗോപുവിൻ്റെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള സജിൻ ഗോപുവിൻ്റെ അമ്മ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരി ഒരു നാടക നടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്, പേര് എനിക്ക് കിട്ടിയില്ല. നാടക നടിയായിട്ട് ആ പുള്ളിക്കാരി നല്ല രീതിയിൽ ഡെലിവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സജിൻ ഗോപുവിൻ്റെ പെങ്ങളായിട്ട് വന്നവരും മോശമില്ലാതെ ചെയ്തിട്ടുണ്ട്. സജിൻ ഗോപുവിൻ്റെ പെങ്ങളുടെ മോനായിട്ട് വന്ന കൊച്ചു പയ്യനും എനിക്ക് പേഴ്സണലി കുറച്ച്, ആ കൊച്ചു പയ്യൻ്റെ വായിൽ നിന്ന് വന്ന കുറച്ച് കമൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് സജിൻ ഗോപുവിൻ്റെ അച്ഛനായിട്ട് നമ്മുടെ മറ്റേ പുള്ളിയുടെ പേര് ഓർക്കുന്നില്ല, സജിൻ ഗോപുവിൻ്റെ അച്ഛൻ നല്ല ഒരു ആക്ടറാണ്. പുള്ളി ഒരുപാട് സിനിമകളിലുള്ള അബു സലീം വളരെ നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിയാസ് ഖാൻ ഉണ്ട്. റിയാസ് ഖാൻ്റെ സ്ഥിരം ഉള്ള റോളുകളെ മറിച്ച് ഒരു കോമഡി റോളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. റിയാസ് ഖാൻ ആൾസോ ഈസ് എ ഗുഡ് ആക്ടർ, നല്ല രീതിയിൽ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അത് ഏറ്റവും വെറുപ്പീരെന്ന് പറയുന്നത് അനശ്വര രാജനാണ്. അനശ്വര രാജൻ നമ്മുടെ രേഖാചിത്രത്തിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് അഭിനയിച്ചു. അതുപോലെ റിട്രോ ക്യാരക്ടേഴ്സിൽ നല്ലൊരു ആക്ട്രസ് ആയിട്ടുള്ള അനശ്വര രാജൻ ഇതിൽ വളരെ നല്ല രീതിയിൽ, വെറുപ്പിക്കേണ്ട റോളാണ്, ആൾറെഡി വെറുപ്പിക്കേണ്ട രീതിയിൽ വെറുപ്പിച്ചുകൊണ്ട് കോമഡി ചെയ്യാനുള്ള രീതിയിലാണ് സിനിമയുടെ ഒരു മേക്കിംഗ്. അതായത് അൺകൺവെൻഷണൽ അല്ലെങ്കിൽ നോൺ ലീനിയർ ടൈപ്പ് ഓഫ് ഫിലിമാണ്. അതിൽ തന്നെ വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട് അനശ്വര രാജൻ. വളരെ മോശമായിരുന്നു സീരിയസ്ലി.
എനിക്ക് പേഴ്സണലി ഒട്ടും വർക്കാവാത്തൊരു ക്യാരക്ടറായിരുന്നു. ആൻഡ് അതും വെറുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് അടുത്ത പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക് ബ്രില്യൻ്റ് ആണ്, എക്സലൻറ്റ്. എസ്പെഷ്യലി ഒരു സോങ് ഒക്കെ ഉണ്ട്. ആ സോങ്ങിൻ്റെ വിഷ്വൽസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആ സോങ്ങിൻ്റെ വിഷ്വൽസും പിന്നെ ആ മ്യൂസിക് ആ ഒരു സെറ്റ് ചെയ്തേക്കുന്ന രീതി കുറച്ചൊക്കെ സിനിമയെ സേവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എൻഡ് ഓഫ് ഇറ്റ് സിനിമ വെറുപ്പീരായി മാറിയപ്പോൾ പിന്നെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരവസ്ഥയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ ഈ കുറേ റെഫറൻസുകളുണ്ട് നമ്മുടെ ഇവരെ ഫ്രണ്ട്ഷിപ്പ് കാണിക്കാൻ വേണ്ടി. മറ്റേ ഓ മൈ ഫ്രണ്ട്സ് ആ പാട്ടൊക്കെ ചുമ്മാ കയറ്റി സത്യം പറഞ്ഞാൽ വെറുപ്പീരാണ്. അതൊക്കെ നിങ്ങൾ വേറെ വല്ല മ്യൂസിക്കോ കാര്യങ്ങളോ ചെയ്ത് വെക്കുക. ഈ റെഫറൻസുകൾ ഒരു പരിധിക്കപ്പുറം ഉപയോഗിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അത് ഇട്ട് കുറച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സലിംകുമാറിൻ്റെ മോന് ഒരു വികാരമില്ലാതെ അഭിനയിക്കുന്നുണ്ട്. അങ്ങനത്തെ റോളായിരിക്കാം എന്തൊക്കെ ആയാലും, പക്ഷെ നമുക്ക് കാണുന്ന പ്രേക്ഷകന് എന്തെങ്കിലും തോന്നണ്ടേ. അങ്ങനെ ഒരു വികാരമില്ലാതെ നിർവികാരനായിട്ട് അഭിനയിച്ച് പോകുന്നുണ്ട് പുള്ളി. അപ്പോൾ അത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, പിന്നെ അതിൻ്റെ അകത്ത് ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയ്ക്ക് നാട്ടും പുറത്ത് ഈ പറഞ്ഞ കണക്ക് വയലിൻ്റെ സൈഡിലും ഒക്കെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വെള്ളം അടിക്കുന്ന സീനൊക്കെ കാണാൻ രസമുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ പണ്ട് ഈ പറയുന്ന കണക്ക് കല്യാണങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ അങ്ങനത്തെ പരിപാടികൾ ഇപ്പോഴും നടക്കുന്നുണ്ട് പലയിടത്തും. അപ്പോൾ അത് ഓക്കെ ഫൈൻ. പക്ഷേ അങ്ങനത്തെ കുറച്ച് സീനുകൾ വെച്ചാൽ ഈ സിനിമയ്ക്കകത്ത് യാതൊന്നുമില്ല. ആൻഡ് ചില കോമഡികൾ മാത്രം വർക്കൗട്ടായി പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഒരു സീനുണ്ട്, ആ സീൻ കുറച്ച് കൊള്ളായിരുന്നു. പിന്നെ ജിസ്മ വിമലുണ്ട്, നമ്മുടെ യൂട്യൂബിലൊക്കെ സീരീസും കാര്യങ്ങളിലൊക്കെ വരുന്ന പുള്ളിക്കാരി. നല്ലൊരു ആക്ട്രസ്സാണ് ആ ഒരു സീരീസും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഇതിൽ പുള്ളിക്കാരിക്ക് കിട്ടിയ റോള് പുള്ളിക്കാരി അത്യാവശ്യം നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. നല്ലതായിരുന്നു. ഞാൻ വിട്ടുപോയതാണ് പറയാൻ. അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുക, പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയി ആ സിനിമ കണ്ടതിന് ശേഷം. എനിക്ക് മനസ്സിലായില്ല എന്താണ് ഇതിൽ. ഞാൻ ചില ആൾക്കാർ പോസിറ്റീവ് പറയുന്നുണ്ട്, അത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. ഒരു സിനിഫൈൽ എന്ന രീതിയിൽ മാത്രമല്ല, നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി പോകുമ്പോൾ നമുക്ക് ആ ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് സീരിയസ്ലി ഭയങ്കര വെറുപ്പിലായിരുന്നു. അപ്പോൾ നമ്മളെ വിശ്വസിച്ച് സിനിമ കാണാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ പടങ്ങൾക്ക് നിങ്ങൾ തിയേറ്ററിൽ പോയി തല വയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുന്നതല്ലായിരിക്കും. കാരണം നമുക്ക് വേണ്ട സാധനം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ സമയം പൈസയും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ്. പിന്നെന്താ പറയുക, പിന്നെ അപ്പോൾ മൊത്തത്തിൽ എനിക്കൊരു കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഒന്ന് സെറ്റ് ചെയ്ത് ഒരു 20-25 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനം പിന്നെ കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ നിറച്ച് ചൂടുവെള്ളം കൊണ്ട് ഇത്തിരി വന്നിട്ട് നമുക്ക് പോകേണ്ട അടുത്ത് എത്തുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ നിന്ന് മൊത്തം താഴെ വീണ് പോകുന്ന ഒരു അവസ്ഥയായി പോയി. അങ്ങനെ മൊത്തത്തിൽ പടം കയ്യിൽ നിന്ന് പോയി. പിന്നെ അത് അപ്ലിഫ്റ്റ് ചെയ്ത് കയറി വരാനും പറ്റില്ല. അപ്പോൾ മൊത്തത്തിലൊരു ഡിസാസ്ട്രസ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് പേഴ്സണലി. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ബാക്കി പോകണോ വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും ആസ് എ ഓഡിയൻ എന്ന രീതിയിൽ എനിക്ക് പേഴ്സണലി സിനിമ സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പം എന്താ പറയുക, ഒരു ഡിസാസ്ട്രസ് എക്സ്പീരിയൻസ് ആയിരുന്നു പൈൻകിണി.